യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 6-7 തിരുവചനങ്ങൾ. എന്തെന്നാൽ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ ചുമലിലായിരിക്കും. വിസ്മയനീയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിന്റെ രാജാവ് എന്നവൻ വിളിക്കപ്പെടും. ദാവീദിന്റെ സിംഹാസനത്തിലും അവന്റെ രാജ്യത്തിലും അവന്റെ ആധിപത്യം നിസ്സീമമാണ്. അവന്റെ സമാധാനം അനന്തവും. നീതിയിലും ധർമ്മത്തിലും എന്നേക്കും അത് സ്ഥാപിച്ച് പരിപാലിക്കാൻ തന്നെ. സൈന്യങ്ങളുടെ കർത്താവിന്റെ തീക്ഷ്ണത ഇത് നിറവേറ്റും. ഓർമ്മിക്കുക, ക്രിസ്തുവിന്റെ ജീവിതശൈലികൾക്ക് ഒരു വ്യത്യസ്തതയുണ്ടായിരുന്നു. കിരീടമോ ചെങ്കോലോ ഇല്ലാതെ, കൈക്കരുത്തോ ആയുധസേനകളോ ഇല്ലാതെ ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ക്രിസ്തുവിന് സാധിച്ചുവെങ്കിൽ അതിനു പിന്നിലൊരു വലിയ സ്നേഹവിപ്ലവത്തിന്റെ കഥയുണ്ട്. ജനിക്കുന്നതിന് വർഷങ്ങൾക്ക് മുൻപേ ജാതകം എഴുതപ്പെട്ട ഏക ഭരണാധികാരി ക്രിസ്തു മാത്രമാണ്. യെശയ്യാ പ്രവാചകൻ 7 നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്റെ പ്രവചനങ്ങളിൽ ക്രിസ്തുവിനെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ ചുമലിലായിരിക്കും. ക്രിസ്തുവിന്റെ ജനനത്തിന് മാസങ്ങൾക്ക് മുൻപേ മാതാവിനുണ്ടായ ദർശനവും അതിലേക്ക് നയിക്കുന്നതാണ്. കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ഇപ്രകാരം പറഞ്ഞു: മറിയമേ, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന പേരിടണം. ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തുവാൻ കഴിയുക എന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായ അനുഭവം. ക്രിസ്തുവിന്റെ രാജകീയ സ്വഭാവം ഗ്രഹിക്കുവാൻ സാധാരണ ബുദ്ധിക്കാകണമെന്നില്ല. പടയോട്ടമോ പടക്കുതിരയോ ഇല്ലാതെ കീഴടക്കുന്നതിൽ നിന്നും കീഴടങ്ങുന്നതിലേക്ക് സ്വയം മാറി. യേശു പറഞ്ഞു: എന്റെ രാജ്യം ഐഹികമല്ല. ആയിരുന്നെങ്കിൽ ഞാൻ യഹൂദർക്ക് ഏൽപ്പിക്കപ്പെടാതിരിക്കാൻ എന്റെ സേവകർ പോരാടുമായിരുന്നു. ഈശോ പോരാടുന്നത് നമുക്ക് വേണ്ടിയാണ്. നമ്മുടെ വിജയമാണ് അവിടുത്തെ സന്തോഷം, നമ്മുടെ പരാജയം അവിടുത്തെ ദുഃഖവും. ഒരിക്കൽ വന്ന വാർത്ത ഇപ്രകാരമായിരുന്നു: ഈശോ ഒരു പ്രോജക്റ്റ് വർക്കിലാണ്. പ്രോജക്റ്റിന്റെ പേര് നിന്റെ ജീവിതം. പ്രോജക്റ്റിന്റെ ലക്ഷ്യം നിന്റെ വിജയം. പ്രോജക്റ്റ് ഗൈഡ് പരിശുദ്ധാത്മാവ്. ഗവേഷകന്റെ പ്രത്യേകതയായി പറയുക വിജയിക്കുമെന്ന ശുഭാപ്തി വിശ്വാസവും അതീവ ക്ഷമാശീലനും ഒരിക്കലും പാതി വഴിയിൽ ഉപേക്ഷിക്കാത്തവനും എന്നതാണ്. ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിക്കുവാനാണ് അവിടുന്ന് മനുഷ്യനായി ഭൂമിയിൽ പിറന്നത്. നമ്മുടെ രാജ്യം ദൈവരാജ്യമാക്കി മാറുവാൻ നമുക്ക് അവനോടൊപ്പം ചേരാം. അവൻ ആഗ്രഹിക്കും വിധം പ്രവർത്തിക്കുവാൻ നമുക്കവനെ രാജാവും നേതാവുമായി സ്വീകരിച്ചുകൊണ്ട് മുന്നേറാം. അതിനായി എല്ലാവർക്കും ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കാം.